അക്കാലത്ത് നിയമജ്ഞരൊരുവൻ മുന്നോട്ട് വന്ന് യേശുവിനോട് ചോദിച്ചു, എല്ലാത്തിനും പ്രധാനപ്പെട്ട കൽപ്പന ഏതാണ്? യേശു പ്രതിവദിച്ചു, ഇതാണ് ഒന്നാമത്തെ കൽപ്പന. ഇസ്രായേലേ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കുക. രണ്ടാമത്തെ കൽപ്പന, നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഇവയേക്കാൾ വലിയ കൽപ്പന ഒന്നുമില്ല. നിയമജ്ഞൻ പറഞ്ഞു, ഗുരു, അങ്ങ് പറഞ്ഞത് ശരി തന്നെ. അവിടുന്ന് ഏകനാണെന്നും അവിടുന്നല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും അവിടുത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കുന്നതും തന്നെപ്പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കുന്നതും എല്ലാ ദഹനബലിയേക്കാളും യാഗങ്ങളെക്കാളും മഹനീയമാണ് എന്ന് അങ്ങ് പറഞ്ഞത് സത്യമാണ്. അവൻ ബുദ്ധിപൂർവ്വം മറുപടി പറഞ്ഞു എന്ന് മനസ്സിലാക്കി യേശു പറഞ്ഞു, നീ ദൈവരാജ്യത്തിൽ നിന്ന് അകലെയല്ല. പിന്നീട് യേശുവിനോട് ചോദ്യങ്ങൾ ചോദിക്കുവാൻ ആരും ധൈര്യപ്പെട്ടില്ല. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ ദൈവതിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ സുപ്രധാന കൽപ്പനയുടെ ആത്മീയത ധ്യാനിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഏതാണ്? അത് സ്നേഹമാണ് എന്ന് ഇന്നത്തെ സുവിശേഷം ഓർപ്പെടുത്തുന്നു. നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായം 4-5 തിരുവചനങ്ങളിൽ ദൈവത്തെ നാം സ്നേഹിക്കേണ്ടത് എപ്രകാരമാണ് എന്ന് തിരുവചനം ഓർപ്പെടുത്തുന്നു. ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും സർവശക്തിയോടും കൂടി സ്നേഹിക്കണം. രണ്ടാമത്തെ പ്രമാണം നിന്നെപ്പോലെ അയൽക്കാരനെ സ്നേഹിക്കുന്നതാണ്. ലേവിയുടെ പുസ്തകം 19-ാം അധ്യായം 18-ാം തിരുവചനത്തിൽ സഹോദര സ്നേഹത്തെ എപ്രകാരമാണ് നയിക്കേണ്ടത് എന്ന് വചനം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ദൈവത്തെ സ്നേഹിക്കുമ്പോൾ പൂർണ്ണ ഹൃദയത്തോടു കൂടി നാം സ്നേഹിക്കണം. സഹോദരങ്ങളെ സ്നേഹിക്കുമ്പോൾ നാം നമ്മെ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കണം. എത്രയോ നിർമ്മലമായ ഒരു പഠനമാണിത്. ദൈവം സ്നേഹമാകുന്നത് പോലെ നമുക്കും ആ സ്നേഹത്തിൻ്റെ ഭാഗമാകാൻ കഴിയുമെന്ന് ക്രിസ്തു ഓർമ്മപ്പെടുത്തുകയാണ്. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കുന്ന ഓരോ വ്യക്തിക്കും മനുഷ്യനെ സ്നേഹിക്കാതിരിക്കാനാകില്ല. ദൈവസ്നേഹവും മനുഷ്യസ്നേഹവും ഒരു നാണയത്തിൻ്റെ 2 വശങ്ങൾ പോലെയാണ്. നമ്മുടെ ജീവിതവും അപ്രകാരം സ്നേഹത്താൽ ബലപ്പെട്ടതാകണം. ദൈവം നമ്മെ നാം ആയിരിക്കുന്ന പോലെയാണ് സ്നേഹിക്കുക. നമ്മുടെ കുറവുകളെ അവിടുന്ന് എണ്ണി നോക്കുന്നില്ല. നമ്മുടെ സാഹചര്യങ്ങളെ അവിടുന്ന് കുറ്റപ്പെടുത്തുന്നില്ല. നമ്മുടെ ജീവിതം ഏത് സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മെ സ്നേഹിച്ച, ഇന്നും സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ മനസ്സ് കണ്ട് നാം സഹോദരങ്ങളെ സ്നേഹിക്കുവാനും മറ്റുള്ളവരെ മനസ്സിലാക്കുവാനും വിളിക്കപ്പെട്ടവരാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകത, അവിടുന്ന് നമ്മളെ മക്കൾ എന്ന പോലെ സ്നേഹിക്കുന്നു. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള സ്നേഹബന്ധത്തിൻ്റെ ഏറ്റവും പരിപാവനമായ രൂപമാണ് ദൈവ മനുഷ്യ സ്നേഹബന്ധം. അളവുകളില്ലാതെ അതിരുകളില്ലാതെ ആ സ്നേഹം നമ്മുടെ മേൽ ചൊരിയപ്പെട്ടേയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ദൈവമക്കൾ എന്ന നിലയിൽ നാമും അതേ സ്നേഹത്തിൻ്റെ ബലം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. ദൈവം സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കുവാനുള്ള ആത്മീയ ബലം മാനുഷികമായി നമ്മൾ ആരെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ എന്തോ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ അതിൽ സ്നേഹത്തിൻ്റെ പൂർണ്ണത ഉണ്ടാകുന്നില്ല. ദൈവം നമ്മെ സ്നേഹിക്കുന്നത് നമ്മൾ എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടല്ല. അപ്രകാരമുള്ള ഒരു ആത്മീയ കൃപ നിറഞ്ഞ സ്നേഹം പങ്കുവയ്ക്കുവാൻ സാധ്യമാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ നാം ദൈവസ്നേഹത്തിൻ്റെ തലം തിരിച്ചറിയുന്നത്. നമുക്ക് കുറച്ചുകൂടി ശ്രദ്ധയോടെ സ്നേഹത്തിൽ വസിക്കാൻ പരിശ്രമിക്കാം. കാരണം ദൈവം സ്നേഹമാകുന്നു. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ.
ആമേൻ.